2025-26 വർഷത്തേക്കുള്ള ISL മത്സരങ്ങളുടെ ഒരുക്കങ്ങൾ എല്ലാ ടീമുകളും ആരംഭിച്ചു കഴിഞ്ഞു. ISL ഒഫീഷ്യൽ ട്രാൻസ്ഫർ വിൻഡോ ഈ മാസം 12-ാം തീയതി ആരംഭിക്കും. 2025 ഓഗസ്റ്റ് 31-ാം തീയതി അവസാനിക്കും. ഈ കാലയളവിൽ മാത്രമേ ടീമുകൾക്ക് പുതിയ കളിക്കാരെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 2025 ISL കിരീടവും ഷീൽഡ് വിന്നറുമായ മോഹൻ ബഗാൻ ഇത്തവണ ട്രാൻസ്ഫർ വിൻഡോ നിരോധനമാണ്. 2024 കലിംഗ സൂപ്പർ കപ്പിൽ ഒഡീഷ FCയുമായി ക്വാർട്ടർ ഫൈനൽ മത്സരം ബഹിഷ്കരിച്ചതുകൊണ്ടാണ് 10 ലക്ഷം രൂപ പിഴയും പുതിയ കരാർ വിലക്കും ഉണ്ടായത്. മോഹൻ ബഗാൻ അപ്പീൽ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. പുതിയ ഒരുക്കങ്ങൾ തുടങ്ങിയ ക്ലബ്ബുകളിൽ പ്രമുഖരാണ് നോർത്ത് ഈസ്റ്റ് FC. ഐ ലീഗ് താരമായ 23 വയസ്സുകാരൻ ലാൽ റിൻസുവാല ലാൽ ബിയാഗ്നിയ അവരുടെ ടീമിൽ എത്തുമെന്ന് ഏകദേശം ഉറപ്പായി. കഴിഞ്ഞ 2 ഐ ലീഗ് സീസണിൽ നിന്നും താരം 27 ഗോളുകളാണ് നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ 2025 ISL ഗോൾഡ് ബൂട്ട് ജേതാവായ അലാഎഡിൻ അജറൈ ടീമിൽ തുടരുമെന്നും നോർത്ത് ഈസ്റ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സീസണിൽ അജറൈ 25 മത്സരങ്ങളിൽ നിന്ന് 23 ഗോളുകളാണ് നേടിയിരിക്കുന്നത്. പഞ്ചാബ് FC ആകട്ടെ എല്ലാ വിദേശ താരങ്ങളെയും ഒഴിവാക്കി അക്ഷരാർത്ഥത്തിൽ പുതിയ ടീമിനെ വാർത്തെടുക്കുകയാണ് ഉദ്ദേശം. ജംഷഡ്പൂർ FC താരം മുഹമ്മദ് ഉവൈസിനെ നോട്ടമിട്ടിട്ടുണ്ട്. പഞ്ചാബ് FCയെ പോലെ തന്നെ എന്തുകൊണ്ടും ഒരു പുതിയ ടീമിനെയാണ് ചെന്നൈ FCയും ലക്ഷ്യമാക്കുന്നത്. ഷില്ലോങ് ലാജോങ് ഐ ലീഗ് താരമായ യുവ സെന്റർ ബാക്ക് റോക്കി വിൽസനെ FC ഗോവയിൽ കരാർ ചെയ്യപ്പെട്ടു. ബ്രസീലിയൻ ഡിഫൻഡർ റാഫേൽ റിബൈറോയെ ഹൈദരാബാദ് നോട്ടമിട്ടിട്ടുണ്ട്. മുംബൈ FCയിൽ നിന്ന് ബിപിൻ സിംഗിനെയും ഐ ലീഗ് ഇന്റർകാഷിൽ നിന്ന് എഡ്മണ്ട് ലാൽ റിന്ദിക്കയും ഈസ്റ്റ് ബംഗാളിൽ കരാർ ചെയ്യപ്പെട്ടു. റോയ് കൃഷ്ണ ഒഡീഷ FC വിട്ടു. പുതിയ താവളം ഏതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഡേവിഡ് കറ്റാല ഹെഡ് കോച്ചായി 2026 മെയ് വരെ കാലാവധിയുണ്ട്. TG പുരുഷോത്തമൻ അസിസ്റ്റന്റ് കോച്ചായി തുടരും. കൂടുതൽ ഫാൻസിന്റെ അഭിപ്രായങ്ങൾ ക്ലബിന്റെ തീരുമാനങ്ങളിൽ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ഫാൻസ് അഡ്വൈസറി ബോർഡ് ഫാബിൽ നിലവിലുള്ള 12 അംഗങ്ങളോട് കൂടി 2 അംഗങ്ങൾ കൂടെ ചേർത്ത് 14 പേരായി വിപുലീകരിച്ചു. ടീം അംഗങ്ങളുടെ ഫിറ്റ്നസ്, ഇഞ്ചുറി റിക്കവറി, ഓർത്തോപെഡിക് ട്രീറ്റ്മെന്റ്, അത്ലറ്റിക് കണ്ടീഷനിങ് ഒക്കെ ലക്ഷ്യമാക്കി കൊച്ചിയിലെ ആക്റ്റീവ് ബേസ് എന്ന റീഹാബിലിറ്റേഷൻ സെന്ററുമായി ബ്ലാസ്റ്റേഴ്സ് 3 വർഷത്തേക്ക് കരാർ ഒപ്പിട്ടു. ക്ലബിന്റെ മെഡിക്കൽ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും കളിക്കാരുടെ പരിക്കുകൾ തടയാനും അതിവേഗത്തിൽ ഭേദമാക്കാനും ഇത് സഹായിക്കും. ടീം മെമ്പേഴ്സിന്റെ കാര്യത്തിലും ബ്ലാസ്റ്റേഴ്സ് പുതിയ തീരുമാനങ്ങളിലേക്ക് പോയി തുടങ്ങി. കോമി പെപ്ര, ഇഷാൻ പണ്ഡിത എന്നിവരെ ഒഴിവാക്കി. ഗോൾ കീപ്പർ കമൽജിത് സിംഗിന്റെ ലോൺ റദ്ദാക്കി. വൈസ് ക്യാപ്റ്റൻ മിലോസ് ടിൻസിച്ചിനെ ഒഴിവാക്കാനാണ് സാധ്യത. മിലോസ് ഒരു തായ്ലൻഡ് ടീമിലേക്ക് ചേക്കേറിയതായി വാർത്തയുണ്ട്. മിലോസിന് പകരം സ്പാനിഷ് താരം ഡേവിഡ് ഗോൾദാറിനെ ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നതായി പറച്ചിലുണ്ട്. അതുപോലെ തന്നെ കോമി പെപ്രയ്ക്ക് പകരം മുൻ ജംഷഡ്പൂർ താരം സെർജിയോ കാസലിനെയും ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നതായി വാർത്തയുണ്ട്. നോവയും ഡുസാൻ ലഗോട്ടറും ടീമിൽ തുടരുമെന്ന് തന്നെയാണ് വാർത്ത. ലൂണയും ജീസസ് ചെമിനിസും പരമാവധി തുടരാനാണ് സാധ്യത. മലയാളി താരം വിപിൻ മോഹനന്റെ കോൺട്രാക്ട് 2029 വരെ നീട്ടി. മുഹമ്മദ് സഹീഷ്, ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ്, മുഹമ്മദ് ഐമൻ എന്നിവരുടെ കോൺട്രാക്ട് 2026 വരെയും ഫ്രെഡിയുടെ കോൺട്രാക്ട് 2027 വരെയും നീട്ടി. മലയാളി താരം ബിജോയ് വർഗീസ് ഇന്റർകാശിയിലേക്ക് ലോണിൽ പോയി. റൈറ്റ് ബാക്ക് ഇന്ത്യൻ താരം അമയ് റണവാഡെ എന്ന 27-കാരൻ 2030 മെയ് വരെ ബ്ലാസ്റ്റേഴ്സിൽ കരാർ ചെയ്യപ്പെട്ടു. ഇന്ത്യൻ അണ്ടർ 17, അണ്ടർ 19 ശ്രദ്ധേയനായ അമയ് മുംബൈ FCയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ മണിപ്പൂർ ലെഫ്റ്റ് ബാക്ക് താരമായ ലിഗ്ബാബം രാകേഷും 22 വയസ്സുകാരൻ മിസോറാം ലെഫ്റ്റ് വിംഗറായ അമാവിയെയും 2027 വരെ ബ്ലാസ്റ്റേഴ്സിൽ കരാർ ചെയ്യപ്പെട്ടു. അഭ്യൂഹങ്ങളും ആശങ്കകളുമൊക്കെ അവസാനിക്കാറായി. കാരണം ISL ഫുട്ബോൾ മാച്ചുകളുടെ ഒഫീഷ്യൽ ട്രാൻസ്ഫർ വിൻഡോ ജൂൺ 12-ാം തീയതി ആരംഭിക്കുകയാണല്ലോ. ആഗസ്റ്റ് 31 ആകുമ്പോൾ വിൻഡോ അവസാനിക്കുകയും ടീമുകളുടെ ഒരു പൂർണ്ണരൂപം ലഭിക്കുകയും ചെയ്യും.